ഓണവിപണിയിൽ സജീവമായി കല്ലൂർ ആലങ്ങാട് സ്വാശ്രയ കർഷക സമിതി. മഴയുണ്ടാക്കിയ ദുരിതത്തിന് വിപണി വിലയിലൂടെ ആശ്വാസം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് വാഴ കർഷകർ. മഴയുണ്ടാക്കിയ ദുരിതം കല്ലൂർ മേഖലയിലെ കർഷകർക്ക് വലിയ നഷ്ടമായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്രതീക്ഷിതമായ കനത്ത മഴ നേന്ത്രവാഴ കൃഷി വെള്ളത്തിലാക്കി. അവശേഷിച്ച കായകളിലാണ് കർഷകരുടെ പ്രതീക്ഷ. ഓണവിപണി തുടങ്ങിയതോടെ VFPCKയിൽ നിന്നും കർഷകർക്ക് 50 മുതൽ 60 രൂപ വരെയാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ തുക കുറവാണെന്നാണ് കർഷകർ പറയുന്നത്. ഇക്കൊല്ലത്തെ ഓണം കൃഷിക്കാർക്കൊക്കെ ഭയങ്കര ദുരിതമായിട്ടുള്ളതാണ്. കായൊക്കെ മഴ പെയ്തിട്ട് വാഴയൊക്കെ വെള്ളം മുങ്ങി ആകെ നാശമായിരിക്കുകയാണ്. പിന്നെ വളരെ ചുരുക്കം കായുള്ളൂ, അതും വില 50 രൂപയ്ക്കാണ് ഇക്കൊല്ലത്തെയാണ്. കഴിഞ്ഞ കൊല്ലം ഈ സമയത്ത് 65 രൂപ വില ഉണ്ടായിരുന്നതാണ്. കായ വളരെ മോശം കായകളാണ് ഇക്കൊല്ലം. പിന്നെ വിലയും അതുപോലെ തന്നെ താഴെ പോയിരിക്കുന്നത്. അത് കാരണം കൃഷിക്കാരെല്ലാവരും ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലാണ്. ഈ വർഷം കർഷകന്റെ നട്ടലൊടിയിന് മെയ് മാസം തൊട്ട് ആരംഭിച്ച മഴ ഇപ്പം 2 ദിവസമായിട്ടാണ് നിന്നിട്ടുള്ളൂ. കൃഷിക്കാരന് ഒരു ഊന്നിന് കൊടുക്കണം 150 രൂപ. കായ തീരെ വിലക്കുറവാണ്. ഈ ഓണം ഇപ്പം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓണത്തിന് വില കയറുന്നോട് പ്രതീക്ഷ ഇല്ല. തമിഴ്നാട് ചരക്ക് ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിഷയം. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാർക്കറ്റാണ് ആലങ്ങാട് മാർക്കറ്റ്. ഓണത്തിന് ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിപുലമായ രീതിയിലുള്ള കച്ചവടം നടക്കൂടെ. അപ്പം അതോടൊപ്പം തന്നെ വിലയിൽ ഇപ്പം ഇന്ന് 50 റുപ്യ വില, ചൊവ്വാഴ്ച വരുമ്പോൾ ചിലപ്പോൾ അത് 55-60 വരെ എത്താൻ സാധ്യതയുണ്ട്. മഴ നല്ലൊരു ക്ഷീണമുണ്ട്. പയറില്ല, പയർ ഈ വർഷത്തിട്ടവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല മഴ കാരണം കൊണ്ട്. പിന്നെ പാടമടിയിലുള്ള വാഴകളൊക്കെ ഒരു പ്രദേശം നശിച്ചു. കുറേയൊക്കെ വെട്ടാൻ കിട്ടും, കുറേ പോവും. കുറേശ്ശെ കിട്ടുള്ളൂ, വെട്ടാൻ കിട്ടുള്ളൂ. കരപ്പറമ്പിൽ പോലും വാഴ നാശമായിട്ടുണ്ട്. അങ്ങനെയാണ് ഇക്കൊല്ലത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞ കർഷകർ ഇക്കൊല്ലം നഷ്ടമാണ് എല്ലാം കൊണ്ടും. മഴയുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കരകയറാൻ സാധിച്ചിട്ടില്ല. ഓണക്കാലത്തെ കച്ചവടമാണ് കർഷകന്റെ ആകെ ആശ്രയം. മുൻ വർഷം 70 രൂപ വരെ കിട്ടിയിരുന്ന വിലയാണ് 50 രൂപയായി താഴ്ന്നത്. വാഴത്തൈ, കൂലിച്ചെലവ്, വളമിടൽ, നാട്ടുകെട്ടൽ അടക്കമുള്ളവയ്ക്ക് മുൻപത്തേക്കാൾ ചെലവ് കൂടിയതും അതിനൊത്ത വാഴക്കുലയ്ക്ക് വില ലഭിക്കാത്തതും കർഷകരെ ആശങ്കയിലാക്കുന്നുണ്ട്. ഇതിനെ മറികടക്കാൻ ഓണം അടുത്തുള്ള ദിവസങ്ങളിൽ വില കൂടുമെന്ന പ്രതീക്ഷയും കർഷകർ പങ്കുവയ്ക്കുന്നു.